ഹലോ വെൽക്കം ബാക്ക്. ഐ എം ബിനോദ് ജെയിംസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ സംസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. 1 + 2 + 3 6, 2 + 3 + 4 9, 3 + 4 + 5 12. These are sum of consecutive natural numbers. ഇവിടെ ആൻസർ 6 ആണ്. നമുക്ക് 6നെ 3 × 2 എന്നെഴുതാൻ പറ്റും അല്ലേ. 6 is 3 × 2. അതുപോലെ ഇവിടെ 9 is same as 3 × 3. അതുപോലെ 12 3 × 4 ആയിരിക്കും. What is 2 here? 2 is the middle term and 3 is also middle term here. 4 is middle term in this sum. So we come to an important point. Sum of 3 consecutive natural number is 3 times its middle term. അതായത് തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകളുടെ സമ്മ് മിഡിൽ ടേമിൻ്റെ 3 ടൈംസ് ആയിരിക്കും. സം ഓഫ് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പർ ഈസ് 3 ടൈംസ് ദ മിഡിൽ ടേം. നമുക്കിത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കേസിൽ ഇത് കറക്റ്റ് ആണോ അല്ലേ ഒന്ന് ചെക്ക് ചെയ്യാം. ലെറ്റ് us see the sum 5 + 10 + 15. What is this? This is the sum of 3 consecutive terms of an arithmetic sequence 5, 10, 15. What is the sum? Sum is 30 and this 30 is 3 times the middle term 10. ഇത് നമുക്ക് ആൾജിബ്ര എടുത്ത് ചെക്ക് ചെയ്യാം. If I take the middle term as x and the common difference as d, what are the 3 terms? Middle term taken as x, common difference d. So the first term will be x minus d, isn't it? Middle term x ആണ്. അതായത് രണ്ടാമത്തെ ടൈം x ആണെങ്കിൽ ഒന്നാമത്തെ ടൈം കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ ടൈമിൽ നിന്ന് കോമൺ ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്യുക. വീണ്ടും നെക്സ്റ്റ് ടൈം തേർഡ് ടൈം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? സെക്കൻഡ് ടൈമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി. എക്സ് പ്ലസ് ഡി. ഇനി ഈ 3 ടൈമിൻ്റെ സം എത്രയാണ് കണ്ടു നോക്കാം. Minus d and plus d will get cancelled. X plus x, 2x plus x, 3x. And what is 3x? 3 times x is the middle term here. Terms are x minus d, x and x plus d. So the middle term is x. So we get 3 times middle term. So we get an important relation. Sum of 3 consecutive terms of an arithmetic sequence is 3 times its middle term. Can you say what will be the sum of 5 consecutive terms? It will be 5 times the middle term. And sum of 7 consecutive term will be 7 times the middle term. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കണ്ട ഓഡ് നമ്പറിൻ്റെ കേസാണ് അല്ലേ. ഇൻസ്റ്റെഡ് ഓഫ് ഓഡ് നമ്പർ ഇഫ് ഇറ്റ് ഈസ് ഈവൻ നമ്പർ. ലെറ്റ് us see the case. See here I have written here 4 terms of an arithmetic sequence 3, 6, 9, 12. These are terms of an arithmetic sequence. 3 in first position, 6 in second, 9 in third and 12 is in fourth position. നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാൻ പറ്റും 3യുടെയും 12ൻ്റെയും സം എത്രയായിരിക്കും? 15. അതുപോലെ തന്നെ മിഡിൽ 2 ടൈംസ് 6 + 9ൻ്റെ സമ്മും 15 തന്നെയായിരിക്കും. ഇനി നമുക്ക് ഈ പൊസിഷൻ്റെ സമ്മ് ഈക്വൽ ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 3 ഈസ് ഇൻ ഫസ്റ്റ് പൊസിഷൻ ആൻഡ് 12 ഈസ് ഇൻ ഫോർത്ത് പൊസിഷൻ. അപ്പോൾ ഈ പൊസിഷൻ്റെ സം എന്തായിരിക്കും? ഞാൻ പറഞ്ഞു 3യുടെ പൊസിഷൻ ഫസ്റ്റ് പൊസിഷനാണ്. ഫസ്റ്റ് പൊസിഷൻ പ്ലസ് 12 ഫോർത്ത് പൊസിഷനാണുള്ളത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ്റെയും ഫോർത്ത് പൊസിഷൻ്റെയും സം എത്രയായിരിക്കും? 5 ആയിരിക്കും. Once again 3 is in first position and 12 is in fourth position. So I am finding out the sum of the positions. First position plus fourth position. Answer is 5. അതുപോലെ തന്നെ ഇവിടെ കാണാം 6 and 9 are middle two terms.
6 ഇൻ സെക്കൻഡ് പൊസിഷൻ ആണുള്ളത്. അതുപോലെ തന്നെ 9 ഈസ് ഇൻ തേർഡ് പൊസിഷൻ. അപ്പൊ സെക്കൻഡ് പൊസിഷന്റെയും തേർഡ് പൊസിഷന്റെയും സമ്മും 5 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കിവിടെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കിട്ടുന്നത്. എനി അരിത്തമെറ്റിക് സീക്വൻസ് if the sum of positions of any two terms are equal, then the sum of the terms at these positions are also equal. ഇവിടെ ഒന്നാമത്തെ പൊസിഷന്റെയും നാലാമത്തെ പൊസിഷന്റെയും സം 5 ആണ്. രണ്ടാമത്തെ പൊസിഷന്റെയും മൂന്നാമത്തെ പൊസിഷന്റെയും സം 5 തന്നെയാണ്. ഈ പൊസിഷനുള്ള ടേംസിന്റെ സമ്മും രണ്ടും സെയിം തന്നെയാണ് അല്ലെ, രണ്ടും 15 കിട്ടുന്നുണ്ട്. ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഏതെങ്കിലും രണ്ട് പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ആ പൊസിഷനുള്ള ടേമിന്റെ സമ്മും സെയിം ആയിരിക്കും. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ആദ്യത്തെ 5 ടേം നമുക്ക് x1, x2, x3, x4, x5 എടുക്കാം. ഇതിന്റെ സം വന്നിട്ടുള്ള ഗിവൺ സം ഈസ് given sum as 30. Sum of first 5 terms of an arithmetic sequence will be 5 times the middle term. Here we have 5 terms, so the sum of this sequence will be 5 times middle term. 5 times middle term is 30. 5 times 5 ടേം ഉള്ളപ്പോൾ അതിൻ്റെ മിഡിൽ ടൈം ഏതായിരിക്കും? തേർഡ് ടൈം ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ 1 2 3 4 5 തുടർച്ചയായി എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ മിഡിൽ ടൈം എന്ന് പറയുന്നത് മൂന്നാമത്തെ ടൈം ആയിരിക്കും. ഇവിടെ മിഡിൽ ടൈം x3 ആയിരിക്കും. 5 times x3 is 30. So the middle term is 30 by 5 multiplied here. Taking right side, divide 30 by 5. 6 ആയിരിക്കും middle term അല്ലെങ്കിൽ third term. Now we are write 3 arithmetic sequence with 30 as the sum of first 5 term. Sum 30 വരണമെങ്കിൽ അതിൻ്റെ middle term എന്തായിരിക്കണം? 6 ആയിരിക്കണം. So middle term or ഇവിടെ middle term ഏതാണ്? തേർഡ് ടേം ആണ് അല്ലേ. ഈ നമ്മൾ എഴുതാൻ പോകുന്ന 3 അരിത്തമെറ്റിക് സീക്വൻസിൻ്റെയും തേർഡ് ടേം 6 ആയിരിക്കും. ഇനി കോമൺ ഡിഫറൻസ് ഏത് നമ്പർ ആയിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഫസ്റ്റ് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് 1 ആയിട്ട് എടുക്കുന്നു. തേർഡ് ടേം ആണ് 6. അപ്പോൾ സെക്കൻഡ് ടൈം കാണാൻ എന്ത് ചെയ്യണം? അസ്യൂം ദ കോമൺ ഡിഫറൻസ് ആസ് 1 ആയിട്ട് എടുക്കാം. അപ്പം 6 ൽ 1 കുറയ്ക്കുമ്പോൾ 5. അപ്പം ഫസ്റ്റ് ടൈം എന്തായിരിക്കും? വീണ്ടും 1 കുറയ്ക്കുമ്പോൾ 4. ഫോർത്ത് ടൈം കിട്ടാൻ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് ഈസ് 1 ഇൻ ദിസ് കേസ്. ഫോർത്ത് ടൈം കാണാൻ 6ൻ്റെ കൂടെ 1 ആഡ് ചെയ്യാം, 7. വീണ്ടും ലാസ്റ്റ് ടൈം കാണാൻ 7 + 1 8 ആയിരിക്കും. ഇനി ചെക്ക് ചെയ്ത് നോക്കാം ഈ അരിത്തമെറ്റിക് സീക്വൻസിൽ സം 30 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 4 + 5 9, 9 + 6 15 + 7 22 + 8 30. So we go to one arithmetic sequence with 30 as the sum of first 5 times. Ini we can take any common difference. Now I am taking common difference as 2. Middle term 6 ആണ് നമുക്ക് ഓൾറെഡി കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് 2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൂന്നാമത്തെ ടൈം ആണ് 6. അപ്പോൾ രണ്ടാമത്തെ ടൈം ആണ് എന്ത് ചെയ്യണം? 6ൽ നിന്ന് കോമൺ ഡിഫറൻസ് കുറയ്ക്കുക. 6 - 2 is 4. ഫസ്റ്റ് ടൈം കാണാൻ വീണ്ടും 2 കുറയ്ക്കുക, 2 എന്ന് കിട്ടും. ഫോർത്ത് ടൈം കാണാൻ 2 ആഡ് ചെയ്യുക. ഫിഫ്ത്ത് ടൈം കാണാൻ വീണ്ടും 8ൻ്റെ കൂടെ 2 ആഡ് ചെയ്യുക, 10 ആയിരിക്കും. ഇതിൻ്റെ സം ചെക്ക് ചെയ്ത് നോക്കാം. 2 + 4 6, 6 + 6 12, 12 + 8 20, 20 + 10 is 30. We get the sum as 30. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ കാണാനായിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് 3 ആയിട്ട് എടുക്കാം. തേർഡ് ടൈം 6 ആയിരിക്കും. 6ൽ നിന്ന് സെക്കൻഡ് ടൈം കിട്ടാൻ 3 കുറയ്ക്കുക. 6 - 3 3. വീണ്ടും ഫസ്റ്റ് ടൈം കിട്ടാൻ വീണ്ടും 3 കുറയ്ക്കുക. 3 - 3 0. ഫോർത്ത് ടൈം കിട്ടാൻ 3 ആഡ് ചെയ്യുക. 6 + 3 9. ഫിഫ്ത്ത് ടൈം കിട്ടാൻ വീണ്ടും 3 ആഡ് ചെയ്യുക, 12.
ആഡ് ചെയ്ത് നോക്കാം. 3 + 6 9, 9 + 9 18, 18 + 12 13. So we got 3 arithmetic sequence with 30 as the sum of the first 5 terms. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് 4 arithmetic sequence with 100 as the sum of the first 4 terms. ആദ്യത്തെ 4 ടേം x1, x2, x3, x4 എന്നെടുക്കാം. 1 ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, ഫോർത്ത് പൊസിഷൻ. രണ്ട് പൊസിഷന്റെ സമ്മ് സെയിം ആണെങ്കിൽ ആ പൊസിഷനുള്ള ടേമിന്റെ സമ്മ് സെയിം ആയിരിക്കും. നമ്മൾ കണ്ടു 1ന്റെയും 4ന്റെയും സമ്മ് 5, 2ന്റെയും 3ന്റെയും സമ്മ് 5. അപ്പോൾ ഈ പൊസിഷനുള്ള ടേംസിന്റെ സമ്മ് സെയിം ആയിരിക്കില്ല. അതായത് ഒന്നാമത്തെയും 4ാമത്തെയും ടേമിന്റെ സമ്മും രണ്ടാമത്തെയും 3ാമത്തെ ടേമിന്റെ സമ്മും സെയിം ആയിരിക്കും. അതായത് ടോട്ടൽ സമ്മ് 100 കിട്ടണം. ഈ ടോട്ടൽ സമ്മിനെ നമുക്ക് 2 പെയറിന്റെ സമ്മായിട്ട് എഴുതാം. സം ഓഫ് 2 പെയർസ് 100 ആണ്. ഈ പെയർ എങ്ങനെയാണ് എടുക്കേണ്ടത് ഞാൻ പറഞ്ഞു. ഒന്നാമത്തെയും 4ാമത്തെയും അല്ലെങ്കിൽ രണ്ടാമത്തെയും 3ാമത്തെയും പെയറായിട്ട് എടുക്കാം. സം ഓഫ് 2 പെയർ 100 ആണ്. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 1 പെയർ എന്തായിരിക്കും? സം ഓഫ് 1 പെയർ, സം ഓഫ് 2 പെയർ 100. അപ്പോൾ ഒരു പെയറിന്റെ സമ്മ് 100/2. ഒരു പെയറിന്റെ സമ്മ് 50 ആയിരിക്കും. ആ ഒരു പെയർ ഏത് വേണമെങ്കിലും ആവാം. ഒന്നെങ്കിൽ ഒന്നാമത്തെയും 4ാമത്തെയും ആവാം, അല്ലെങ്കിൽ രണ്ടാമത്തെയും 3ാമത്തെയും ആവാം. I am taking that pair as second and third. Second x2 ആണ്, third x3 ആണ്. x2 + x3 50 ആണ്. അതായത് രണ്ടാമത്തെ ടേമിന്റെയും 3ാമത്തെ ടേമിന്റെയും സമ്മ് 50 ആയിട്ട് കിട്ടി. രണ്ടാമത്തെയും 3ാമത്തെയും ടേമിന്റെ സമ്മ് 50 വരുന്ന ഏതെങ്കിലും 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയാൽ മതി. സമ്മ് 50 ഏതൊക്കെ രീതി വരാം? ഞാനിപ്പോൾ 20യും 30യും ആണ് എടുക്കുന്നതെങ്കിൽ സമ്മ് എന്തായിരിക്കും? സമ്മ് 50 ആയിരിക്കില്ലേ? അപ്പം സെക്കൻഡ് ടേമും തേർഡ് ടേമും 20യും 30യും ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഇവിടെ കോമൺ ഡിഫറൻസ് 30 - 20 10 ആയിരിക്കും. ഈ കേസിൽ കോമൺ ഡിഫറൻസ് 10 ആയിരിക്കും. അങ്ങനെയാണ് ഈസി ആയിട്ട് ഫസ്റ്റ് ടൈം കാണാമല്ലോ. 20 common difference 10. To get first term, subtract 10 from second term. 20 - 10 is 10. To get the last term or fourth term, add common difference with 30. 30 + 10 40. ഇനി ഈ ടേമിന്റെ മിഡിൽ ടേമിന്റെ സമ്മ് 50. ഇനി ഈ ടേമിന്റെ ടോട്ടൽ സമ്മ് 100 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 10 + 20 30, 30 + 30 60, 60 + 40 100 കറക്റ്റ് ആണ്. ഇനി മിഡിൽ ടേമിന്റെ സമ്മ് 50 വരുന്ന ബാക്കി 3 അരിത്തമെറ്റിക് സീക്വൻസ് ഇതുപോലെ തന്നെ എഴുതാം. അപ്പം ഞാൻ 22ഉം 28ഉം ആണ് സെക്കൻഡ് ടേമും തേർഡ് ടേമുമായിട്ട് എടുക്കുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? 28 - 22 6 ആയിരിക്കും കോമൺ ഡിഫറൻസ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി 22 - 6 16 ആയിരിക്കും ഫസ്റ്റ് ടൈം. ഫോർത്ത് ടൈം 28 + 6 34 ആയിരിക്കും. മിഡിൽ ടേമിന്റെ സമ്മ് 50. ഈ 4 ടേമിന്റെ സമ്മ് എത്രയായിരിക്കും? 100 ആയിരിക്കും. 4 അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണം അല്ലേ? 2 കിട്ടി. അടുത്ത് നെക്സ്റ്റ് ഐ ക്യാൻ ടേക്ക് ദ മിഡിൽ 2 ടേം ആസ് 23 and 27. മിഡിൽ ടേമിന്റെ സമ്മ് 50 കിട്ടുന്നില്ലേ? യെസ്. ഇവിടെ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് 27 - 23 4 ആയിരിക്കും കോമൺ ഡിഫറൻസ്. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടാൻ വേണ്ടി 23 - 4 19. ഫോർത്ത് ടൈം എന്തായിരിക്കും? 27 + 4 31. ഈ 4 ടൈമിൻ്റെയും സമ്മ് 100 ആയിരിക്കും. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കൂടി നമുക്ക് എഴുതണം. മിഡിൽ ടേമിൻ്റെ സമ്മ് എത്രയായിരിക്കണം? മിഡിൽ ടേമിൻ്റെ സമ്മ് 50 ആയിരിക്കണം. ഞാനിനി 24ഉം 26ഉം ആയിട്ട് എടുക്കുന്നു. 24 + 26 മിഡിൽ ടേമിൻ്റെ സമ്മ് 50 കിട്ടുന്നുണ്ട്. ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? 26 - 24
കോമൺ ഡിഫറൻസ് ഈസ് 2. അപ്പോൾ ഫസ്റ്റ് ടൈം കാണാൻ വേണ്ടി 24 മൈനസ് 2 22. ലാസ്റ്റ് ടൈം ഈസ് 26 പ്ലസ് 2 28 ആയിരിക്കും. സോ വി ഗോട്ട് 4 arithmetic sequence with the sum of the first 4 time as 100. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം അവിടെ കൊടുത്തിരിക്കുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട്. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ.